Hello guys, welcome to my new video. This is Evo. It is snacks. What is that? That's a wafer, right? Yeah. And this is bourbon. നമ്മുടെ നാട്ടിന്ന് കൊണ്ടുവന്ന ബോർബോൺ ബിസ്ക്കറ്റ് ആണ്. ഇവിടെ കിട്ടും. ഇവിടെ വാങ്ങിച്ചല്ല നമ്മള്. എവിടെ വാങ്ങിച്ചാ? നമ്മൾ നാട്ടിന്ന് കൊണ്ടുവന്നത്. ശരി, വാട്ടർ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീടിൻ്റെ വെളിയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വന്നതാണ്. അപ്പം ഇന്നിവിടെ നല്ല വെതറായി. ഇപ്പം അത്ര ഇവിടെ ഇരിക്കല്ലേ, എൻ്റെ കയ്യിലിരിക്കല്ലേ പോയിക്കേ. ഇന്ന് ഇവിടെ നല്ല സണ്ണി ആയിരുന്നു. ഇപ്പം 4:30 അപ്പം അതുകൊണ്ട് ആ ഒരു സണ്ണിയൊക്കെ മാറി. ഇപ്പോൾ ഇവ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. വെൽക്കം ടു മൈ വ്ളോഗ് പറ. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ അങ്ങനെ ഇവ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവന് ഇവിടെ കളിക്കാൻ എല്ലാം കാണിച്ചു കൊടുക്കുക. ഇവന് ഇവിടെ കളിക്കാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പം ഞങ്ങൾ റെൻ്റ് എടുത്ത വീടിൻ്റെ പുറത്തെ കാഴ്ചകളാണ്. ഞാൻ അകത്തെ കാഴ്ചകൾ കാണിക്കുന്നില്ല. ബിക്കോസ് ഫുള്ളി മെസ്സായിട്ട് കിടക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടിരിക്കുന്നേ ഉള്ളൂ, റെഡി ആവുന്നതേ ഉള്ളൂ. വീട്ടിലെ കാര്യങ്ങളെല്ലാം റെഡി ആക്കുന്നതേ ഉള്ളൂ. സോ ദിസ് ഈസ് അവർ ഞങ്ങളുടെ വീടിൻ്റെ വെളിയിലെ വശം. സോ ഇവിടെ ഇവര് ക്രിക്കറ്റ് കളിക്കാൻ ഒരു ഇതുണ്ട്. ഇതൊരു മലയാളി ഫാമിലിയുടെ ഒരു സ്വന്തം അവരുടെ വീടാണ്. നമ്മൾ ഇത് റെൻ്റ് എടുത്ത വീട്. അപ്പോൾ ഇവനിവിടെ കളിക്കാനായിട്ട് ഇത് വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ഇറ്റ് കോൾഡ് ആസ്? ട്രാംപ്ലിൻ. ഓക്കെ, ട്രാംപ്ലിൻ ഉണ്ട്. അപ്പോൾ ട്രാംപ്ലിൻ ഉണ്ട് ഇവന് കളിക്കാനായിട്ട്. കമോൺ ബാ, ചെരുപ്പിടാൻ പോകണോ? എന്നാൽ പെട്ടെന്ന് ചെരുപ്പിട്ട് ബാ. സോറി, ഇവന് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം എന്നാ മുറിഞ്ഞിരിക്കുന്ന അപ്പം ഇവ അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടു. ഇവന് ഇവിടെ ഇഷ്ടം പോലെ ഓടാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം ഇവൻ്റെ ട്രാംപ്ലിനാണ് അത്. ട്രാംപ്ലിനെ കളിക്കാനുള്ള സ്ഥലം. അപ്പം ഞങ്ങളുടെ വെളിയിലുള്ള ഇത് പഴയ അവരുടെ തന്നെയാണ്. അവരെടുത്തോണ്ട് പോകുന്ന എനിക്കറിയില്ല, പക്ഷെ സംഭവം ഉണ്ട് അല്ലേ. ചാട് ഗൈസ്, കം ഓൺ, ഗോ അവേ, ഗോ. ഇവിടെ നല്ലല്ലോ കയറുന്നത്, അപ്പുറത്തുനിന്നല്ലേ കയറുന്നേ. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ക്ലീൻ ചെയ്യണം. നമ്മൾ വന്ന വീട് റെഡിയാക്കുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറം നമുക്കൊരു ഹൈവേ ആണ് കേട്ടോ. കണ്ടോ, അവിടെ ഞങ്ങളുടെ വീടിൻ്റെ വെളിയിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലും ഉണ്ട്. കണ്ടോ ട്രാംപ്ലിൻ, അപ്പുറത്തെ വീട്ടിലും ഉണ്ട്. നമുക്ക് അപ്പുറത്തെ നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിലും ഉണ്ട് ട്രാംപ്ലിൻ. കണ്ടോ, നെയ്ബറിൻ്റെ അവിടെ വീട്. ഇതാണ് വീട്ടിലെ ഹയ. കണ്ടോ, നമുക്ക് നമ്മുടെ തുണിയൊക്കെ വിരിച്ചിടാൻ ട്രാംപ്ലിനിൽ വിരിച്ചിടാൻ. കണ്ടോ, ഇവന് ട്രാംപ്ലിനിൽ കയറാൻ വേണ്ടി ഇവ ചാടിക്ക് ജമ്പ് ചെയ്ത് അങ്ങനെ ഇവന് ജമ്പ് ചെയ്യാനുള്ള സാധനങ്ങളാണത്. ഇവ ഇസ് ജമ്പിങ് ആൻഡ് റിയ ഈസ് ഹിയർ. റിയ കണ്ട് സെയിം പാൻറ് ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ഇന്ന് ഇത്രയും ദിവസമായിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. അപ്പോൾ ഇന്ന് ഗൈസ് ഓക്കെ, ഇവ ഒരു രക്ഷയില്ല. ഇവ എന്നെ കൊണ്ട് പറയാൻ സമ്മതിക്കുന്നില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പം ഇത് നമ്മുടെ വീട്ടിലെ ട്രീസാണ് കേട്ടോ. ഇത് ഫ്രൂട്ട് ട്രീസ്. ഇത് ആക്ച്വലി വെജിറ്റബിൾ ഗാർഡനാണ്. അപ്പം ഫ്രൂട്ട് ട്രീസ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മുടെ വീടിൻ്റെ വെളിയിലാണ്. കണ്ടോ, ഇവിടെ കളിച്ചോട്ടെ. ഇത് ഫെജോവ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. നീ കണ്ടിട്ടില്ലല്ലേ? ഇത് ഞാനിവിടെ വന്നിട്ടാണ് ഈ ഒരു ഫെജോവേനെ കാണുന്നത്. ഫെജോവ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ മരം. അത് സ്വീറ്റാണ്, പക്ഷെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഗൈസ് ചാടിക്കോ. അപ്പോൾ ഇത് ഫെജോവ. ഇത് നമ്മുടെ പ്ലം ട്രീ ആണോ. ട്രീ ഉണ്ടായിരുന്നു, മുട്ടിട്ട് കണ്ടോ, അത് പൂക്കൾ വന്നോണ്ടോ. ഇത് ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഇരുന്നാണ്. ഒട്ടും ഒരു ചെറുവലും മൊട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ഇതിൽ ചെറിയ മൊട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ് ഇനി പൂക്കും. ഞാൻ ഇനി നെക്സ്റ്റ് അപ്ഡേറ്റിൽ കാണിക്കാം. ഇതിൻ്റെ ഈ ഒരു സാധനം കണ്ടോ ഇങ്ങനെ വെച്ചേക്കുന്നത്, ഇത് ഇവിടുത്തെ ഗ്രേപ്സാണ്. അപ്പോൾ ഗ്രേപ്സ് നന്നായിട്ടുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പം ഗ്രേപ്സാണ് ഇവിടുത്തെ മെയിൻ സാധനം. പിന്നെ ഇതൊക്കെ സ്ട്രോബെറിയാണ്. ഇതൊക്കെ വീടാണ്. അപ്പം സ്ട്രോബെറി ഉണ്ട്. ഇതിലെല്ലാം സ്ട്രോബെറിയാണ്. ഈ കാണുന്ന എല്ലാം സ്ട്രോബെറിയാണ്. പിന്നെ ഇത് ആക്ച്വലി ഒരു വെജിറ്റബിൾ ഗാർഡൻ. അറിയാം നിനക്ക്
നിനക്ക് നടാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. റിയനെ നമ്മൾ ഇവിടുത്തെ ഗാർഡനർ ആക്കാൻ വേണ്ടി അപ്പം ഇതവര് ഈ പൂച്ചയും കാര്യങ്ങളൊന്നും കേതലിക്കാൻ വേണ്ടി സ്ട്രോബെറി പറഞ്ഞു ഓൾറെഡി. ഇവിടെ സ്ട്രോബെറി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇവിടെയും കുറച്ച് സ്ട്രോബെറികളുണ്ട്. ഇതൊക്കെ വേസ്റ്റാണ്, ഇതൊക്കെ നമുക്ക് കളയാനുള്ളതാണ്. പിന്നെ അവിടെ ഒരു മരം നിൽപ്പുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ എല്ലാം കുറച്ച് എന്തൊക്കെയോ ഉണ്ട്, ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് അറിയില്ല. ഇതിന് ഒരു മരം അപ്പുറത്ത് എനിക്ക് തക്കാളിയാണ്. ഇവിടെയൊക്കെ നമുക്ക് മരം കാര്യങ്ങൾ നടാം. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടുകയും പരിപാടികളൊക്കെയാണ്. അപ്പം ദിസ് ഈസ് അവർ ഔട്ട്സൈഡ് ദ ഹൗസ്. പിന്നെ ഇവിടെ ആക്ച്വലി ഇത് ലെമൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ മൊട്ടിട്ട് വരുന്നതുണ്ടോ? ഇത് മോസ്റ്റ് പ്രോബബ്ലി ലെമൺ ആയിരിക്കും, അല്ലെങ്കിൽ ഓറഞ്ച് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓറഞ്ച് അല്ലേ, ദിസ് ഈസ് ലെമൺ. അപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട്. ഇത് ഇവിടെ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന് വെച്ചതാണ്. അവിടെ ഒരു ചെറിയൊരു ബാർബിക്യൂ സെറ്റൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നടക്കാനും കറങ്ങാനും ഒക്കെ ആയിട്ട്. ഇത് നമ്മുടെ വെളിയിലേക്ക് നമുക്ക് ഈ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങാം. ഇവിടെ ഒരു വാട്ടർ ടാപ്പുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ സ്ഥലം. ദിസ് ഈസ് ദ ആക്ച്വൽ നമ്മുടെ എന്ത് പറ്റി, ചുമയുണ്ടോ? അത് നമ്മുടെ വീട്, ഇത് നമ്മുടെ വീടല്ലേ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ കാണിക്കാൻ പറ്റത്തില്ല. ഇത് ചെറി ബ്ലോസമാണ്. ഇത് കിട്ടലനായിട്ടുണ്ടാകും, നല്ല രസമായിരിക്കും ഉണ്ടായി കഴിയുമ്പോഴത്തേന്. ഇവിടെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നത് കുറേ എന്താണ് റോസ് ചെടികളാണ് കണ്ടോ. ഇതെല്ലാം റോസുകളാണ് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് കിട്ടുവാനായിട്ട് ഫുള്ള് റോസ് ചെടിയുണ്ടാവും കണ്ടോ. തിരിച്ച് ഈ വീഡിയോ ഞാൻ അവിടെ തുറന്നിട്ടില്ല. അപ്പോൾ ദിസ് ഈസ് അവർ സ്മോൾ ഹൗസ് ടൂർ, ബാക്ക് സൈഡിലെ ഹൗസ് ടൂറാണത്. ഇത് ഞങ്ങൾ പെട്ടെന്ന് ഇന്നൊരു ട്രാംബിളിൻ്റെ കളിക്കാം ഗൈസ്. ഇവുവിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഒരു രക്ഷയില്ല. ഇവനിങ്ങനെ നമ്മൾ ദുബായിലൊക്കെ ആയിരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയതല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇവന് ചാടാനോ ഇതിനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇവൻ്റെ ഇന്നത്തെ പരിപാടിയാണ് ട്രാംപ്ലിൻ അല്ലേ. ഇത്ര നേരം ചാടിയില്ല, ഇത് മതി. ഇനി കളിക്കണം. ഇവൻ ഇത് നിങ്ങളെ കാണിക്കണം, അത്രേ ഉള്ളൂ. ട്രാംപ്ലിനിൽ ചാടി മറിയുന്നത് അതേ ഉള്ളൂ. ചാടിക്കൂ. അതിന്റെ നടുക്ക് ഒന്ന് ചാട്. അല്ല, ഈ സ്റ്റാറിന്റെ അല്ലെങ്കിൽ ഒരു ക്രോസിന്റെ നടുക്ക് ഇത് കണ്ടില്ല, അവിടെ റൈറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു സ്മോൾ ഡേ. അപ്പോൾ ഈ വീഡിയോ ഒരു വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പം വീട്ടിലെ ഇങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നമുക്ക് കണ്ടില്ല, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഹൈവേ പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് സത്യം പറഞ്ഞാൽ ഞാനും ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് അവിടെ ഒരു മല കാണാം. അപ്പോൾ ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പുറകിലത്തെ കാഴ്ചകൾ മാത്രം. ക്രിക്കറ്റ് സ്റ്റമ്പ് മാത്രമേ ഉള്ളൂ ഗൈസ്. കാണുന്നുണ്ട് നിന്നെ, പറ്റിക്കാൻ തോന്നുന്നോ? എന്നാ പറ്റിച്ചോ. ഇവന്റെ ഇംഗ്ലീഷ് ഒന്നും പറയില്ല, മലയാളം ഒന്നും പറയണ്ട. കാരണം ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒരു ആൻറ്റി നിൽപ്പുണ്ടായിരുന്നു, ജാസ്മിൻ ആൻറ്റി. എൻ്റെ പേരെന്താ? ആക്ച്വലി ജാസ്മിൻ ആൻറ്റി ആണ് ഇവർ ഇത്രയും മലയാളം പഠിപ്പിച്ചത്. ആൻറ്റിക്ക് വലിയ താങ്ക്സ്. നമ്മുടെ വീട്ടിൽ ഞാൻ ഇല്ലായിരുന്ന സമയത്ത്, ഞാൻ ന്യൂസിലൻഡിലായിരുന്നപ്പം വീട്ടിൽ റിയൻ്റെ അടുത്ത് കൂടെ നിന്നൊരു ആൻറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. വീട്ടിലെ ആൻറ്റിയായിരുന്നു നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആൻറ്റിയാണ് ഇവന് ഇത്രയും മലയാളം പഠിപ്പിച്ചത്. ഇവനെ നോക്കുമായിരുന്നു ആൻറ്റി അല്ലേ. എന്റെ പൊന്നി നിർത്ത്, ഗൈസൊക്കെ മതി ബാ. അപ്പം വി ആർ ജസ്റ്റ് ഫൈൻഡിങ് ദ വീഡിയോ. കം ഓൺ, സേ ബൈ ബൈ. ഇവ ചാടിക്കൊണ്ടിരുന്നോ. അപ്പം see you guys. അപ്പം thank you so much for watching the video and bye from Ivu and Ajin and Ria. Bye bye. Ivu go, Ria go. അപ്പം thank you so much guys. Bye bye.